Hi students, SLC IT model examile database query ഭാഗത്തു നിന്നുള്ള questions എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു question ആണ്. The file namely schoolclubs.odb given in the exam documents folder in home contains details of various club members of the school. Prepare a query of the details of JRC club members using the queries tool in the LibreOffice base from the members table. അപ്പോൾ അതിനകത്ത് തന്നിട്ടുണ്ട് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ടേബിളാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. മെമ്പേഴ്സ് ടേബിൾ അണ്ടർ ഫീൽഡ് സെലക്ഷൻ ഇൻ ദ വിസാർഡ്. ഫീൽഡ്സ് ടു ബി ഇൻക്ലൂഡഡ് അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ്. സെർച്ച് കണ്ടീഷൻ മെമ്പേഴ്സ് ക്ലബ് ഇസ് ഈക്വൽ ടു JRC എന്ന് കൊടുത്തിട്ടുണ്ട്. സേവ് ദ മോഡിഫൈഡ് ഫയൽ സേവ് ആസ് ടു exam 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഫയൽ നെയിം. ഇനി മലയാളത്തിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് schoolclubs.odb എന്ന് പറഞ്ഞ ഫയലിൽ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് മെമ്പേഴ്സ് എന്നുള്ള. മെമ്പേഴ്സ് എന്നുള്ള ടേബിൾ തന്നെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് JRC കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം കിട്ടുന്ന ഒരു ക്വറി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫയലിനെ നമ്മൾ ഫയൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. ഫയല് എക്സാം ഡോക്യുമെന്റ്സിലാണുള്ളത്. ഫയലിന്റെ നെയിം schoolclubs.odb. ഒന്നെങ്കിൽ ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ പ്ലേസസ് നിന്ന് ഹോം ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ എക്സാം ഡോക്യുമെന്റ്സ് കാണാം. അപ്പോൾ ആ എക്സാം ഡോക്യുമെന്റ്സിൽ താഴെയായിട്ട് schoolclubs.odb എന്ന് കാണാം. ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഫയലിൽ ഇപ്പോൾ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്ന ഫോംസ് ആണ്. നമ്മൾ ടേബിൾസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ടേബിൾസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. അപ്പോൾ ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ക്വറി തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വറി തയ്യാറാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഈ ഒരു ടാബാണ്. ക്വറി എന്നുള്ള ഈ ഒരു ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്വറി എന്നുള്ള ഈ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്നുള്ള ഓപ്ഷനാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ക്വറി സെലക്ട് ചെയ്തതിന് ശേഷം ടാസ്കിൽ കാണുന്ന യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നു, ക്വറി വിസാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഫീൽഡ് സെലക്ഷൻ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫീൽഡ് സെലക്ഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടേബിൾസ് ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? മെമ്പേഴ്സ് എന്നുള്ള ടേബിൾ ആണ്. അപ്പോൾ ഇവിടെ ആ മെമ്പേഴ്സ് എന്നുള്ള ടേബിൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്വറി കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടേബിൾസിൽ മെമ്പേഴ്സ് സെലക്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ ടേബിളിൽ മെമ്പർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഏതൊക്കെ ഫീൽഡാണ് വേണ്ടതെന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫീൽഡ് ഏതൊക്കെയാണ്? അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ്. അപ്പോൾ അത് മാത്രമാണ് നമ്മുടെ ക്വറിയിൽ വേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള അഡ്മിഷൻ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു സിംഗിൾ ആരോ ക്ലിക്ക് ചെയ്യുക. അതേപോലെ നമുക്ക് വേണം നെയിം, അത് കൊടുത്തു. അതേപോലെ ക്വറി. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഫീൽഡ്സ് ഇൻ ദ ക്വറി. അപ്പോൾ ക്വറിയിൽ നമുക്ക് വേണ്ടത് ഈ ഫീൽഡ് മാത്രമാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. തേർഡ് സ്റ്റെപ്പ് സെർച്ച് കണ്ടീഷൻ എന്നുള്ളിടത്ത് ഫീൽഡ് എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് മെമ്പേഴ്സ് ക്ലബ്ബ്. അവിടെ എന്താണ് കൊടുക്കേണ്ടത് തന്നിട്ടുണ്ട്, ഈക്വൽ ടു JRC എന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫീൽഡ് എന്നുള്ളിടത്ത് നമ്മളിവിടെ ക്ലബ്ബ് എന്നുള്ള സെലക്ട് ചെയ്തു. ഈക്വൽ ടു തന്നെയാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്, നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യുക JRC എന്നുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ തന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം എന്താ കൊടുക്കേണ്ടത്? നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ ഫോർത്ത് സ്റ്റെപ്പിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. നെക്സ്റ്റ്. ഇനി 4th നിന്ന് 7th പോയത്, അവിടെയും ചേഞ്ചസ് ഒന്നുമില്ല. 8th നമുക്ക് ക്വറിയുടെ പ്രത്യേക നെയിം ഒന്നും കൊടുക്കാൻ പറയാത്തതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഫിനിഷ് എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെയുള്ള JRC കുട്ടികളുടെ മാത്രം ഡീറ്റെയിൽസ് ഉള്ള ഒരു ക്വറി ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ക്വറി ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫയല് സേവ് ചെയ്യണം. അപ്പൊ മാറ്റം വരുത്തിയ ഫയൽ സേവ് ആസ് എന്ന രീതിയിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നമ്പറുമായിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ ഫയൽ എന്നുള്ളിടത്ത് സേവ് ആസ്, ഇവിടെ സേവ് ആസ് കാണാം. അവിടെ ഈ ഒരു പ്ലേസസ് എന്നുള്ളിടത്ത് മൂന്നാമത് ഹോം എടുക്കാൻ അറിയില്ലെങ്കിൽ ഇവിടെ മൂന്നാമത് വരുന്നതാണ് ഹോം ആയിട്ട് വരിക. ആ മൂന്നാമതുള്ള ഹോം സെലക്ട് ചെയ്തു. ഇവിടെ exam 10 എന്നുള്ള ഫോൾഡർ കാണാം. അതിൽ ഒന്നെങ്കിൽ സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുക, ഇല്ലേ ഡബിൾ ക്ലിക്ക്. ഇവിടെ നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്, ഗ്രൂപ്പ് 3ലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ _3 എന്ന് കൊടുത്തു, സേവ്. ഇങ്ങനെയാണ് ഈ ഫയൽ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The details of various club members in a school is given in the file schoolclubs.odb in exam documents folder in home. Prepare a query of the details of scout members using the queries tool in the LibreOffice base from the members table. Use the use wizard to create query option in queries to create the query. Select table members from tables in field selection. Fields to be included: admission number, name, club. Search condition: members club is equal to scout. Save the modified file. File save as to exam 10 folder in home with your register number underscore question number as the file name. ഇനി മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്കൂളിലെ വിവിധ ക്ലബ് അംഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ schoolclubs.odb എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിലെ മെമ്പേഴ്സ് എന്ന ടേബിളിൽ നിന്നും സ്കൗട്ട് വിഭാഗത്തിലെ കുട്ടികളുടെ വിവരങ്ങൾ മാത്രം ലഭിക്കുന്നതിനുള്ള ക്വറി ലിബ്രെഓഫീസ് ബേസിലെ ക്വറി സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. പ്ലേസസ് എടുക്കുന്നു, ഹോം, അവിടെ എക്സാം ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ലാസ്റ്റ് ഉള്ള schoolclubs.odb ഈ ഫയലാണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്തു. ഇനി അതിൽ ക്വറി തയ്യാറാക്കാനായിട്ട് ക്വറീസ് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ ക്വറീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി അതെടുത്തു. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആയി വന്നു. അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ടേബിളിൽ മെമ്പേഴ്സ് ആണോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫീൽഡ് ഏതൊക്കെയാണ്? അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ്. അപ്പൊ ആ 3 ഫീൽഡും സെലക്ട് ചെയ്യുക. ആരോ ക്ലിക്ക് ചെയ്യുന്നു, നെയിം, ആരോ, ക്ലബ്ബ്, ആരോ കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. നെക്സ്റ്റ്. തേർഡിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോലെ മാറ്റം വരുത്തുക. മെമ്പേഴ്സ് ഡോട്ട് ക്ലബ് ഈക്വൽ ടു സ്കൗട്ട്. അപ്പൊ ഇവിടെ എസ് ക്യാപിറ്റലും ബാക്കി സ്മോളും ആണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുക. ക്ലബ് എന്ന് എടുത്തു, ഈക്വൽ ടു എന്നാണ്. നമ്മളോട് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല, അത് തന്നെ കൊടുത്തു. ഇനി ഇവിടെ വാല്യൂ എന്നുള്ളിടത്ത് എസ് ക്യാപിറ്റല്, ബാക്കിയുള്ളത് സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ്. ഇനി നമ്മൾ ഒരു ചേഞ്ചസും വരുത്താനില്ല. 4th സ്റ്റെപ്പ് നെക്സ്റ്റ്, 7th നെക്സ്റ്റ്, 8th ഫിനിഷ് എന്ന് കൊടുക്കുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞതുപോലെ സ്കൗട്ട് കുട്ടികളുടെ മാത്രം ഡീറ്റെയിൽസ് ഉള്ള ഒരു ക്വറി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഫയല് നമ്മളിവിടെ ആദ്യം തുറന്നു വെച്ച ഈ ഒരു ഫയല് നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ സേവേഴ്സ് എന്ന രീതിയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യുക? ഫയലില് സേവാസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ ഹോമില് exam 10 എന്ന ഫോൾഡർ എടുക്കുന്നു. അവിടെ നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് _group 3 ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് കൊടുത്തു, സേവ്. ഇങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഡാറ്റാബേസിലെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. The file marklist.odb in exam documents folder in home contains the scores obtained by the students in a class. Prepare a report of the students who scored more than 35 in English using the reports option in the LibreOffice base as per the following instructions. Use the English mark query given in the database file to prepare the report. Select English mark query from tables or queries in field selection in report wizard. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണെന്ന് നോക്കാം. ക്വറി ഇംഗ്ലീഷ് മാർക്ക് എന്നുള്ള ക്വറിയാണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട ഫീൽഡ് ഇൻക്ലൂഡ് ദ ഫീൽഡ്സ് ക്ലാസ് നമ്പർ, നെയിം ആൻഡ് ഇംഗ്ലീഷ് ഇൻ ദ റിപ്പോർട്ട്. സേവ് ദിസ് റിപ്പോർട്ട്. ഫയൽ സേവ് ആസ് ടു exam 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ as ഫയൽ നെയിം. അപ്പൊ നമ്മളോട് ഇവിടെ റിപ്പോർട്ടാണ് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ മലയാളത്തിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് വിവിധ വിഷയങ്ങൾക്ക് ലഭിച്ച സ്കോർ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ marklist.odb എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും LibreOffice ബേസിലെ റിപ്പോർട്ട് സങ്കേതം ഉപയോഗപ്പെടുത്തി ചുവടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇംഗ്ലീഷിന് 35ൽ കൂടുതൽ സ്കോർ ലഭിച്ച കുട്ടികളുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാം. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ഈ ഒരു ഫയൽ ആദ്യം ഓപ്പൺ ചെയ്യാം. marklist.odb എന്നുള്ളത് പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്യുന്നു. അവിടെ എക്സാം ഡോക്യുമെന്റ്സ് എടുക്കുക. ഇവിടെ നമ്മൾ marklist.odb എന്നുള്ള ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഫോംസ് ആണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. നമ്മൾ ക്വറീസ് എന്നുള്ളത് എടുക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷ് മാർക്ക് എന്നുള്ള ഒരു ക്വറി ഇവിടെ ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷ് മാർക്ക് എന്നുള്ള ക്വറിയിൽ വന്നിരിക്കുന്നത് 35ല് എബോവ് ആയിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഒരു ക്വറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അപ്പൊ ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്?
റിപ്പോർട്ട് തയ്യാറാക്കാനായി ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുള്ള ഇംഗ്ലീഷ് മാർക്ക് എന്ന ക്വറി ഉപയോഗിക്കുക. റിപ്പോർട്ട് വിസാർഡിൽ ഫീൽഡ് സെലക്ഷനുള്ള ടേബിൾസ് അല്ലെങ്കിൽ ക്വറീസിലെ ഇംഗ്ലീഷ് മാർക്ക് എന്ന ക്വറി എടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തു. ഇവിടെ ലാസ്റ്റ് ഉള്ള ഓപ്ഷൻ റിപ്പോർട്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. റിപ്പോർട്ട്സ് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. നമ്മളത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഫീൽഡ് സെലക്ഷൻ എന്നുള്ളിടത്ത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, കൊറി എന്നുള്ളിടത്ത് ഇംഗ്ലീഷ് മാർക്ക് മാറിപ്പോകരുത്. ഇവിടെ 2-3 കൊറി വേറെ ഉണ്ട്. അപ്പൊ ഏത് തന്നെ എടുക്കണം, ഇവിടെ അത് ഇംഗ്ലീഷ് മാർക്ക് എന്നുള്ളതാണോ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളോട് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ ഫീൽഡാന്ന് നോക്കുക. ക്ലാസ് നമ്പർ, നെയിം, ഇംഗ്ലീഷ്. അപ്പൊ അത് മാത്രം സെലക്ട് ചെയ്യുക. അപ്പം ക്ലാസ് നമ്പർ സെലക്ട് ചെയ്തു, ആരോ, നെയിം കൊടുത്തു, അതേപോലെ ഇംഗ്ലീഷ് മാർക്ക് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഈ 3 ഫീൽഡ് മാത്രമാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ആ ഫീൽഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പം ഇവിടെ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു ചേഞ്ചസും വരുത്തണ്ട. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൊടുത്തു. പിന്നെ 4th നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു ഇത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ ലേ ഔട്ട് വരേണ്ടത് എന്നുള്ള മാറ്റാം. അവിടെ ആവശ്യമില്ല, നമ്മളോട് ക്വസ്റ്റ്യനിലൊന്നും പറയാത്തതുകൊണ്ട് മാറ്റം വരുത്തണ്ട. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഇങ്ങനെ റിപ്പോർട്ടിന് ഒരു നെയിം വന്നിട്ടുണ്ട്. നമ്മൾ ഫിനിഷ് എന്ന് കൊടുക്കുന്നു. അപ്പം നമ്മളോട് പറഞ്ഞതുപോലെ 35 എബോവ് ഉള്ള ഇംഗ്ലീഷിന് 35 എബോവ് ഉള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രമുള്ള ഒരു റിപ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫയൽ, ഈ ഒരു റിപ്പോർട്ടാണ് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് ഫയൽ സേവ് ആസ് എന്ന രീതിയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നമ്പറുമായിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫയലില് ഇവിടെയാണ് ഫയലില് സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഹോമില് എക്സാം 10 നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _ ക്വസ്റ്റ്യൻ നമ്പർ 3 കൊടുത്തു. സേവ് കൊടുക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫയൽ marklist.odb given in exam documents folder in home contains the scores obtained by the students in a class. Prepare a report of the students who scored more than 45 for IT using the reports feature in LibreOffice base as per the instructions given below. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കേണ്ടത്. അത് തയ്യാറാക്കേണ്ട പിന്നെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ marklist.odb യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് IT മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു കൊറി തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേര് IT മാർക്ക് എന്നാണ്. അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം യൂസ് ദ IT മാർക്ക് കൊറി given in the database file to generate the report. Select IT mark query from the tables or queries in field selection in report wizard. Include the fields class number, name and IT in the report. Save this report. File save as to exam 10 folder in home with your register number _ question number as file name. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പൊ അതിനായിട്ട് പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്തു. എക്സാം ഡോക്യുമെന്റ്സിൽ marklist.odb എന്നുള്ള ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്, ക്വറീസ് എടുത്ത് നോക്കുകയാണ്. അവിടെ IT മാർക്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ IT മാർക്ക് എന്നുള്ള ക്വറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ റിപ്പോർട്ട്സ് എടുക്കുന്നു. ഈ റിപ്പോർട്ട്സിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട്. അതെടുക്കാണ്. ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കണം, ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ടേബിൾസ് ഓർ ക്വറീസ് എന്നുള്ളിടത്ത് ഇവിടെ വന്നിരിക്കുന്നത് ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് മാർക്ക് എന്നാണ്. അവിടെ നമ്മൾ മാറ്റം വരുത്തണം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഏതാണ്, IT മാർക്ക്. യൂസ് ദ IT മാർക്ക് ക്വറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വറി എന്നുള്ള ഇവിടെ നമ്മൾ നോക്കിയാൽ IT മാർക്ക് എന്ന് കാണാം. അപ്പൊ IT മാർക്ക് എന്നുള്ളത് എടുത്തു. ഈ IT മാർക്ക് എന്നുള്ള ക്വറീനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഏതൊക്കെ ഫീൽഡാണ് വേണ്ടത് നോക്കുക. ഏതൊക്കെ ഫീൽഡാണ് പറഞ്ഞത്, ഇൻക്ലൂഡ് ദ ഫീൽഡ്സ് ക്ലാസ് നമ്പർ, നെയിം ആൻഡ് IT. അപ്പൊ അത് മാത്രം കൊടുക്കുക. ക്ലാസ് നമ്പർ സെലക്ട് ചെയ്തു, ആരോ, നെയിം കൊടുത്തു, ആരോ കൊടുക്കുക. അപ്പൊ IT. അപ്പൊ ഈ 3 ഫീൽഡും കൊടുത്തു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. നെക്സ്റ്റ്. ഇവിടെ നമ്മൾ എന്താ പിന്നെ കൊടുത്തിട്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് കൊടുക്കാണ്. അതിനുശേഷം എന്താണ്, നെക്സ്റ്റ്, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു, പിന്നെ ഫിനിഷ്. അപ്പൊ നമ്മളോട് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഇതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ 45 എബോവ് ഉള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രമാണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സേവ് ചെയ്യാനാണ്.
ഇനി നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് റിപ്പോർട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അവിടെ ഹോമിൽ exam10 എന്നുള്ള ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _question number 3 എന്ന് കൊടുത്തു സേവ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് റിപ്പോർട്ട് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.